ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈഫർ ലാബ്സ്. അപ്പോൾ ഇതെൻ്റെ ഒരു പഴയ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ഇത് ലേറ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ അടങ്ങിയ ഹാർഡ് ഡിസ്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ എനിക്കത് കിട്ടാൻ കുറേ ലേറ്റായി. അതാണ് ഈ വീഡിയോ ഇത്ര ലേറ്റായത്. അപ്പോൾ സഹകരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബോക്സ്. ഒരു ഹാലോ ബ്രാൻഡിങ് ഉണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു കൺട്രോളർ കിട്ടുന്നുണ്ട്. ഇതതിൻ്റെ കൺട്രോളർ, ബാക്കി കാര്യങ്ങൾ, ഇമേജ്, അങ്ങനെയെല്ലാം. പിന്നെ ഇതിൻ്റെ സ്പെക്ക്, ഇതിൻ്റെ സ്പീഡ്, പിന്നെ എയർ ഫ്ലോ, എയർ പ്രഷർ എല്ലാം കൊടുത്തിട്ടുണ്ട്. സൗണ്ട് വരെയും കൊടുത്തിട്ടുണ്ട്. 6 to 30 dBA. അത്യാവശ്യം നോർമൽ സൗണ്ടാണ്. പിന്നെ ബാക്കി വെയിറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. നമുക്ക് ഈ പാക്കിൽ വരുന്നത് 3 ഫാനാണ് വരുന്നത്. ഓക്കെ, സ്ക്രൂ ബോക്സാണ്. 3 പാക്കാണ്. ഇതാണ് നമ്മളുടെ ഫാൻ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സെപ്പറേഷൻ. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഫ്രണ്ട് സൈഡ് കൂളർ മാസ്റ്ററിൻ്റെ. നമുക്ക് ഫ്രണ്ടിലും ഈ ഒരു ഹാലോ റിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹാലോ റിങ്. പിന്നെ ബാക്കിലും ഈ ഒരു ഹാലോ റിങ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു സൈഡിലൊരു സെൻറ്റർ സെപ്പറേഷൻ ചെയ്തിട്ട് 2 ഹാലോ റിങ് എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊരു ഇതിൻ്റെ ആ ഒരു ശരിക്കും ആ ലൈറ്റിങ്, RGB ലൈറ്റിങ് വരുമ്പോൾ നല്ല ഒരു പ്രീമിയം, ശരിക്കും പ്രീമിയം തന്നെയാണ്. നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട്. 3800 അത്യാവശ്യം പ്രീമിയം തന്നെയാണിത്. ഓക്കെ, നമ്മളുടെ ബോക്സിൻ്റെ അകത്തെ കാര്യങ്ങൾ. ഇത് സ്ക്രൂ. പിന്നെ ഓക്കെ, നമ്മളുടെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ജമ്പേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതതിൻ്റെ കവറാണ്. ഓക്കെ, നമ്മളുടെ കൺട്രോളർ, RGB കൺട്രോളർ. ഓക്കെ, നമ്മൾക്ക് സാറ്റ പവർ സപ്ലൈ കേബിള്, പിന്നെ കൺട്രോളറിലോട്ടുള്ള ഇൻപുട്ട്. ഓക്കെ, നമുക്ക് ഒരു ഡേസി ചെയിൻ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നേരിട്ട് ഇത് മദർ ബോർഡിലോട്ട് പിൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, നേരെ മദർ ബോർഡിലോട്ട് പോകാനുള്ള കേബിൾസ്. ഇനിയുള്ളത് ഓക്കെ, വാറണ്ടി, യൂസർ മാനുവലാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഫാനിൻ്റെ കേബിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 2 സെറ്റ് കേബിളുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇത് ഒരു ഫാനിൻ്റെ കേബിളാണ്. എൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ RGB ഫാനിൻ്റെ RGB സീക്വൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, ആ സീക്വൻസ് ഏതൊക്കെ ലൈറ്റ് കത്തണം എന്നുള്ള സീക്വൻസ് കൊടുക്കുന്ന പിന്നാണ് എൻ്റെ റൈറ്റ് സൈഡിലുള്ളത്. ഇത് ഇങ്ങനെ നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് പോകും. അടുത്ത ഫാൻ കണക്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഡേസി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്ലിപ്പാണ് എക്സ്ട്രാ ഉള്ളത്. അതാണ് റൈറ്റ് സൈഡിലുള്ള കേബിൾ. ലെഫ്റ്റ് സൈഡിലുള്ള കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാനിലോട്ട് വേണ്ട പവർ സപ്ലൈ അത് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ഒരു പിന്ന് 4 പിന്നാണ്. നമുക്ക് നമ്മുടെ മദർ ബോർഡിലുള്ള PWM കണക്ടർ ഉണ്ട്, PWM എന്ന് പറഞ്ഞ കണക്ടർ. അത് 4 പിൻ ഉണ്ടാവും, 3 പിൻ ഉണ്ടാവും. അതിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. മെയിനായിട്ട് ആ ഒരു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ സപ്ലൈ, പിന്നെ സ്പീഡ്, ടെമ്പറേച്ചർ അതെല്ലാം നോക്കും. 4 പിന്നുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിട്ടും. ചിലതിൽ 3 പിന്നുണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡിൻ്റെ എത്ര RPM കറങ്ങണം അങ്ങനത്തെ ഡാറ്റ ഒന്നും കിട്ടില്ല. പക്ഷേ പവർ സപ്ലൈ കിട്ടും. ഇത് കണക്ട് ചെയ്യുന്ന രീതി ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഈ യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും നമ്മൾക്ക് കൺഫ്യൂഷൻ വരില്ല. പിന്നെ ഇതാണ് നമ്മളുടെ RGB കൺട്രോളർ. അതായത് ബാക്കിൽ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മാഗ്നറ്റാണ്. അതായത് ഇത് ക്യാബിനറ്റിൽ എവിടെയെങ്കിലും നമുക്ക് വെക്കാം എന്നുള്ള രീതിയിലാണ്. കാരണം ഇതൊരു എക്സ്റ്റേണൽ, ഇത് നമ്മൾ ഇവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് RGB സീക്വൻസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അത് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു മാഗ്നറ്റായിട്ട് വന്നേക്കുന്നത്. മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കണക്ടർ, ആ കേബിൾ ഞാൻ കാണിക്കാം. ഓക്കെ, ഇതാണ് ആ വൈ കേബിൾ. ഇതിൻ്റെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് സീക്വൻസിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അത് ഫാനിലോട്ട് പോകുന്നതാണ്. ആ ഫാനിൻ്റെ
മറ്റേ എൻഡാണ്. ഇതാണ് നമ്മൾ കൺട്രോളറിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ കണക്ട് ചെയ്യും. പിന്നെ ഈ ഒരു ഇത് നമ്മളുടെ സാറ്റ അതായത് SMPSലോട്ട് കണക്ട് ചെയ്യും. പിന്നെ ഇവിടെ വേറൊരു പോർട്ട് നിങ്ങൾക്ക് കാണാം. ഞാനിത് ജസ്റ്റ് ഊരിയ ഈ 2 പോർട്ട് കാണാം. ഇത് വേറെ ഒന്നുമല്ല, നമ്മളുടെ മദർ ബോർഡിൽ അതായത് നമ്മളുടെ ഫ്രണ്ട് പാനൽ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ക്യാബിനറ്റിൻ്റെ ഫ്രണ്ട് പാനലിൽ റീസെറ്റ് ബട്ടൺ ഉണ്ട്. ആ റീസെറ്റ് ബട്ടൻ്റെ ആ ഒരു കണക്ടർ ഇവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മളുടെ മദർ ബോർഡിൽ കണക്ട് ചെയ്യാതെ എനിക്ക് റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണ്ട, അതല്ലാതെ ആ റീസെറ്റ് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് നമുക്ക് ക്യാബിനറ്റിൻ്റെ അകത്ത് വെക്കാം, പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ് നമ്മൾക്ക് റീസെറ്റ് ബട്ടൺ വഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീക്വൻസ് അവിടെ ട്രിഗറായി അത് കിട്ടും. അപ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സീക്വൻസ് ട്രിഗർ ചെയ്യാൻ വേണ്ടി ക്യാബിനറ്റ് അഴിക്കുകയോ ഈ സംഭവം പുറത്തോട്ട് കൊണ്ടുവരികയോ ഒന്നും ചെയ്യേണ്ട, എല്ലാം നമുക്ക് ഒറ്റയടിക്ക് റീസെറ്റ് ബട്ടൺ വഴി ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു ഗുണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കൺട്രോളറും കാര്യങ്ങളും. ബാക്കി ഓരോ ഫാൻ കണക്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് മദർ ബോർഡ് കണക്ട് ചെയ്ത് നമുക്ക് ആ സീക്വൻസ് എല്ലാം ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഫാൻ ബാക്കിൽ പിടിപ്പിച്ചു. ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വയർ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വഴി പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയാണ്. കാരണം പരമാവധി വയറൊന്നും നമുക്ക് കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇങ്ങനത്തെ രീതിയിലാണ്, അതായത് നമ്മളുടെ കേബിൾ മാനേജ്മെൻറ്റ് ബേയിലോട്ട് പോകാനുള്ള ഹോളിൻ്റെ ഭാഗത്താണ് ആ വയറിൻ്റെ ഭാഗം കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഒരു ഫാൻ ഞാൻ മുകളിൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഫാൻ ഞാനിനി മുകളിൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും ഈ വയറിൻ്റെ എൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഇപ്പുറം വരരുത്. ഇപ്പുറം വന്നു കഴിഞ്ഞാൽ, അതായത് ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ തിരിച്ചൊന്നും ഫിറ്റ് ചെയ്യരുത്. തിരിച്ച് ഫിറ്റ് ചെയ്താൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ ഇപ്പുറം വരും. അപ്പോൾ പിന്നെ നമ്മൾ താഴത്തേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, തിരിച്ച് ഈ വയർ ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ പോക്കറ്റ് വഴി നമുക്ക് വയർ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് പരമാവധി വയർ കാണാത്ത രീതിയിൽ നമ്മൾക്ക് ഇത് മൊത്തം ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഫാൻ 3 ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ കൂളർ മാസ്റ്റർ എന്ന് എഴുതിയേക്കുന്ന ഭാഗം അകത്തോട്ട് ഫേസ് ചെയ്ത് വേണം ഫിറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കേബിൾ വേയുടെ അവസ്ഥ. അതായത് ഇവിടെയാണ് വയർ മുഴുവൻ വന്ന് കിടക്കുന്നത്. ഇത് ഫസ്റ്റ് ഏറ്റവും ബാക്കിലെ ഫാനിൻ്റെ കേബിളാണ്, അത് സെപ്പറേറ്റ് ഉണ്ട്. ഈ ഒരു സെക്കൻഡ് പോക്കറ്റിൽ കൂടിയാണ് നമ്മൾ മുകളിലത്തെ 2 ഫാനിൻ്റെ കേബിൾസ് എടുത്തിരിക്കുന്നത്. ഞാനത് തിരിച്ചറിയാൻ വേണ്ടി കറക്റ്റായിട്ട് നോക്കിയിട്ട് കെട്ടി വെച്ചൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ CPU-ൽ ഇപ്പോൾ ഫാനെല്ലാം ഫിറ്റ് ചെയ്ത് ഇനി നമുക്ക് വയറെല്ലാം കണക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കൺട്രോളർ കണക്ട് ചെയ്യാം. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 പിൻ കണക്ടറാണ്. ഇത് ശരിക്കും നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ റീസ്റ്റാർട്ട് ബട്ടൺ, റീസെറ്റ് ബട്ടൺ, ആ ബട്ടൻ്റെ വയർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ റീസെറ്റ് സ്വിച്ചിന്മേന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ഈ സ്വിച്ച് ഈ സെയിം ഓപ്പറേഷൻ നമ്മൾക്ക് റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഇപ്പോൾ തൽക്കാലം കൊടുക്കല്ല, ഞാൻ ഈ സ്വിച്ച് നോക്കി നോക്കിയാണ്. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ അത് കണക്ട് ചെയ്യും. കാരണം ഇതെനിക്ക് പുറത്തോട്ട് എടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇതകത്ത് തന്നെ കീപ്പ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ RGB സീക്വൻസ് കേബിൾസ് കണക്ട് ചെയ്യാം. ഓരോ ഫാനും ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു എൻഡ് നമുക്ക് പവർ സപ്ലൈ കൊടുക്കാം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും ബാക്കിലെ ഫാനാണ്. ഇത് മുകളിലെ 2 ഫാനുകളുടെ കേബിൾസാണ്. 4 കേബിൾസ് ഉണ്ടാകും. അതിൽ നിന്ന് നമുക്ക് 2 RGB സീക്വൻസിൻ്റെ കേബിൾ മാത്രം എടുത്തിട്ട് സീരീസ് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് RGB കണക്ടറിൻ്റെ മെയിൽ പിന്നും ഫീമെയിൽ പിന്നും ഉണ്ടാകും. നമ്മൾ മെയിൽ പിൻ എടുത്തിട്ട് ഇപ്പുറത്തെ തൊട്ട് മുകളിൽ, അതായത് മുകളിൽ 2 ഫാനുണ്ട്, ആ ബാക്കിലെ ഫാനോട് അടുത്ത് നിൽക്കുന്ന ഫാനിൻ്റെ കേബിൾ എടുത്തിട്ട് RGB സീക്വൻസിൻ്റെ കേബിൾ എടുത്തിട്ട് അതിൻ്റെ ഫീമെയിലോട്ട് നമ്മളുടെ ബാക്കിലെ ഫാനിൻ്റെ മെയിൽ കണക്ട് ചെയ്യാം. ആ ഒരു ഇത് മാറിപ്പോകില്ല, കാരണം ഒരു നടുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് പിന്നെ ഒരു ആരോ മാർക്കുണ്ട്. ആ ആരോ മാർക്ക് തമ്മിലും സെയിം ആയിരിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ആരോ മാർക്ക് ഉണ്ട്. 2 ആരോ മാർക്ക് ഒരുമിച്ച് വരണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സീക്വൻസ് കേബിൾ ബാക്കിലെ ഫാനും തൊട്ട് മുകളിലത്തെ ഫാനും കണക്റ്റായി. ഇനി ഇത് ഒരിക്കലും വിട്ടുപോകാതിരിക്കാനും, പിന്നെ നിങ്ങൾക്കറിയാം ആ മെയിൽ പിന്ന് ശരിക്കും പറഞ്ഞാൽ ക്യാബിനറ്റിലോട്ട് അത് എങ്ങനെയെങ്കിലും ഊരിപ്പോന്ന് കഴിഞ്ഞാൽ അത് മെയിൽ പിന്ന് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെറ്റൽ പീസിലെല്ലാം മുട്ടിക്കഴിഞ്ഞാൽ അത് ഷോർട്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരിക്കലും പോരാതിരിക്കാൻ വേണ്ടി ആ ഒരു പ്രൊട്ടക്ടർ ക്യാപ്പ് ഉണ്ട്. ഇതിൻ്റെ ഒപ്പം കിട്ടുന്നതാണ്, നമുക്ക് ഈ ഫാനിൻ്റെ ഒപ്പം വരുന്നതാണ്. ആ ക്യാപ്പ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഒരിക്കലും ഇത് ആ ക്യാപ്പ് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇത് ഊരിപ്പോകില്ല. അതവിടെ പ്രൊട്ടക്ട് ചെയ്തോളും. എത്ര വലിച്ചാലും അത് പോരില്ല. സെയിം തന്നെ അതിൻ്റെ അടുത്ത ബാക്കി വരുന്ന ഒരു ഫാൻ, നടുക്കത്തെ ഫാനിൻ്റെ ബാക്കി വരുന്നത് എടുത്തിട്ട് അതിൻ്റെ മെയിലായിരിക്കുള്ളൂ. ആ മെയിൽ പിൻ, ആ ക്യാപ്പ്, റബ്ബർ ക്യാപ്പ് ഊരുക. അതിൻ്റെ മെയിൽ പിൻ എടുത്തിട്ട് മുകളിലത്തെ 2ാമത്തെ ഫാനിൻ്റെ അതും നമുക്കിപ്പോൾ ഊരാം. മുകളിലത്തെ 2ാമത്തെ ഫാനിൻ്റെ RGB കണക്ടറിൻ്റെ മുകളിലത്തെ 2ാമത്തെ ഫാനിൻ്റെ RGB
ഓക്കെ, ഇതിൻ്റെ മെയിൽ പിൻ എടുത്തിട്ട് മുകളിൽ രണ്ടാമത്തെ ഫാനിൻ്റെ RGB സീക്വൻസിനുള്ള കേബിളിൻ്റെ ഫീമെയിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതും കണക്ഷനായി. ഓക്കെ, അപ്പോൾ ഇതും ആ ആരോ മാർക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ആ പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി വരുന്ന ഇനി ലാസ്റ്റ് വന്നേക്കുന്ന ഒരു മെയിൽ പിന്നുണ്ട്. ആ മെയിൽ പിൻ എടുത്തിട്ട് നമ്മൾ നേരത്തെ നമ്മളുടെ RGB കൺട്രോളറിൻ്റെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പവർ കേബിളിൻ്റെ ഒരെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ കേബിളാണ്. ഇത് RGB കണക്ടർ നമ്മൾ കണക്ട് ചെയ്ത് അതിൻ്റെ മറ്റേ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മെയിൽ പിന്ന്. ഇത് ശരിക്കും ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇവിടെ പറ്റി കഴിഞ്ഞാൽ രണ്ടും മെയിലാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഫാനിൻ്റെ ഒരു ഫീമെയിൽ പിൻ ഒഴിവുണ്ട്, അതിലോട്ട് കണക്ട് ചെയ്യാം. അതിൽ ഈ ആ ഒരു ആരോ മാർക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഫാനിലോട്ടുള്ള RGB സീക്വൻസിൻ്റെ കണക്ഷനായി. മുകളിലത്തെ സെക്കൻഡ് ഫാനിൻ്റെ മെയിൽ പോർട്ട് നമുക്കിപ്പോൾ ഫ്രീ ആണ്. ശരിക്കും ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി ഒരു ഫാൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പ്ലഗ് ചെയ്ത് നമുക്ക് സീക്വൻസായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അതില്ല. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഇടരുത്. കാരണം ഈ പിന്ന് മെറ്റൽ പീസിൽ മുട്ടി ഇത് ഷോർട്ടായി നമ്മളുടെ ഫാൻ തന്നെ കേടായ മദർ ബോർഡിന് വരെയും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഈ ഒരു റബ്ബർ ക്യാപ്പ് നമുക്ക് കിട്ടിയുള്ള റബ്ബർ ക്യാപ്പ് വെച്ചിട്ട് അത് കറക്റ്റായിട്ട് അടച്ചിരിക്കണം. ഒരിക്കലും ഒരു തരത്തിലും ഷോർട്ടാകാൻ വരരുത്. അപ്പോൾ ഇതിൻ്റെ പിന്നെ നമ്മുടെ RGB കൺട്രോളറിൻ്റെ വൈ കേബിളിൻ്റെ മറ്റേ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റ പവർ സപ്ലൈയിലോട്ട് കൊടുക്കാനുള്ളതാണ്. നമ്മളുടെ SMPSൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സാറ്റ പവർ സപ്ലൈ എടുക്കുക. അതിൻ്റെ ആ പവർ സപ്ലൈ അത് ശരിക്കും സാറ്റ പവർ സപ്ലൈ ഫീമെയിലാണ്. അതിലോട്ട് നമ്മളുടെ RGB കൺട്രോളറിൻ്റെ പവർ സപ്ലൈ മെയിൽ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് പേജിൽ പറഞ്ഞിരിക്കുന്ന കണക്ഷൻസ് എല്ലാം കഴിഞ്ഞ്, അതായത് എല്ലാ ഫാനിൻ്റെയും നമ്മളുടെ RGB കണക്ടേഴ്സ് എടുത്തിട്ട് ഒരുമിച്ച് കണക്ട് ചെയ്ത് അത് നമ്മൾ കൺട്രോളറിലേക്ക് കണക്ട് ചെയ്ത് ഇനി നെക്സ്റ്റ് പേജ്, അതായത് തേർഡ് പേജിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാനിലോട്ടുള്ള പവർ സപ്ലൈസ് ആണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ഓരോ ഫാനിനും ഉള്ള PW കണക്ടേഴ്സ് എടുക്കണം. അതിനു മുമ്പ് നമ്മൾക്ക് ഈ ഒരു ഫാനിൻ്റെ ഒപ്പം കിട്ടിയിരിക്കുന്ന നമുക്കൊരു 3-to-1 കേബിളുണ്ട്. അതായത് ഒരു പവർ സപ്ലൈ, അതായത് ഈ ഒരു എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മദർ ബോർഡിലെ PWM മെയിൽ കണക്ടറിൽ കണക്ട് ചെയ്യും. അവിടെ നിന്ന് നമുക്ക് പവർ സപ്ലൈ കിട്ടും. ആ പവർ സപ്ലൈ 3 ഫാനിലോട്ട്, അതായത് നമ്മൾ മൂന്ന് ഫാനിലോട്ട് നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ അത് ഈക്വലായിട്ട് 3 ഫാനുകൾക്കും കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യത്തെ ഒരു ഫാൻ എടുക്കുക. ഇതിൻ്റെ നമുക്ക് ഈസിയാണ്, വലിയ സംഭവമൊന്നുമില്ല. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ഒരു PWM ഫീമെയിൽ കണക്ടറാണ്. അതിലോട്ട് നമ്മളുടെ മറ്റേ ആ 3-to-1 എന്ന് പറഞ്ഞ കേബിളിൻ്റെ ഒരു മെയിൽ കണക്ടർ എടുത്ത് കണക്ട് ചെയ്യും. സിമ്പിളായിട്ട് അത് തെറ്റില്ല. കാരണം ആ ഒരു ലോക്കിംഗ് നോച്ചെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും തെറ്റില്ല. നേരെ കണക്ട് ചെയ്യും. പിന്നിൻ്റെ നമ്പർ നോക്കണ്ട, എവിടെ നിന്ന് 3 ഉണ്ടാവുള്ളൂ. 4 ഫീമെയിൽ പിന്നാണെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരെണ്ണം കണക്ട് ചെയ്ത് ഇനി അതിൻ്റെ അടുത്തത് ആ 3 രണ്ടാമത്തെ എടുത്തിട്ട് മുകളിലത്തെ ഫസ്റ്റ് ഫാനിൻ്റെ PWM ഫീമെയിൽ പോർട്ട് എടുക്കുക, അതിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതും കഴിഞ്ഞ് ഇതും സെയിം ആ ലോക്ക് സിസ്റ്റം കണക്ട് ചെയ്യുക. ലാസ്റ്റ് ഫാൻ നമ്മുടെ മുകളിലത്തെ രണ്ടാമത്തെ ഫാനിൻ്റെ മുകളിലെ ലാസ്റ്റ് ഫാനിൻ്റെ ആ ഒരു ഫീമെയിലോട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഫാനിലോട്ടുള്ള കണക്ഷനായി. ഇനി ഈ കേബിളിൻ്റെ മറ്റേ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു PWM കണക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇത് നമ്മൾ മദർ ബോർഡിൽ എവിടെയെങ്കിലും PWM കണക്ടേഴ്സ് ഉണ്ടാവും, അതായത് PWM മെയിൽ കണക്ടേഴ്സ് ഉണ്ടാവും, അതിലോട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫാൻ കണക്ഷൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഒരു പോർട്ട് കാണാം, സിസ്റ്റം ഫാൻ എന്ന് പറഞ്ഞിട്ട് 4 പിന്നുള്ള ഒരു പോർട്ട് കാണാം. അതായത് മെയിൽ പോർട്ടാണ്. ഇവിടെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഹോളുണ്ട്, ഈ ഹോളിൽ കൂടി നമ്മൾക്ക് ആ കേബിൾ എടുക്കാം, ഇവിടെ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ കേബിള് ഈ വഴി വന്നിട്ടുണ്ട്. ഈ ഒരു നോച്ച് പുറത്താണ്, അങ്ങനെ വേണം കണക്ട് ചെയ്യാൻ. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ അതാണ് ആ ലോക്ക്. ഓക്കെ, അപ്പോൾ ആ പിന്നും കണക്റ്റായി. അപ്പോൾ നമ്മളുടെ ഫാനിൻ്റെ ഫുൾ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സിസ് ഫാൻ ഇതാണ് ലാസ്റ്റ് കണക്ട് ചെയ്ത പോർട്ട്. ഇത് പലതിലും പല പോലെ ആയിരിക്കുള്ളൂ. ഇത് ജിഗാബൈറ്റിനകത്ത് സിസ് ഫാൻ എന്നാണ്. ഓക്കെ, നമുക്ക് മെഷീൻ ഒന്ന് ഓണാക്കാം. പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്, നമ്മളുടെ എല്ലാ ഫാനും വർക്ക് ചെയ്യുന്നുണ്ട്.
നമ്മളുടെ RGB കണക്ടർ വെച്ചിട്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെല്ലാം വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ റീസെറ്റ് ബട്ടൺ, എൻ്റെ ക്യാബിനറ്റിൻ്റെ റീസെറ്റ് ബട്ടൺ ഞാൻ ഈ ഒരു പിന്നിലോട്ട്, ഈ ഒരു പോർട്ടിലോട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ക്യാബിനറ്റിൻ്റെ റീസെറ്റ് ബട്ടൻ്റെ പിന്ന്. ശരിക്കും ഈ കേബിൾ മദർ ബോർഡിൽ റീസെറ്റ് എന്ന് പറഞ്ഞൊരു പോർഷനിൽ കണക്ട് ചെയ്യേണ്ടതാണ്. ഞാനത് ഒഴിവാക്കിയിട്ട്, എനിക്ക് റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേണ്ട, ഞാനത് ഒഴിവാക്കിയിട്ട് ഞാൻ ആ ഒരു പിന്നെ അത് ജസ്റ്റ് ഒരു പ്രസ് ബട്ടൺ സ്വിച്ചാണ്. റീസെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും റീസെറ്റ് ബട്ടണായിട്ട് വർക്ക് ചെയ്യും. ഞാൻ ആ റീസെറ്റ് എന്ന് പറഞ്ഞത് നമ്മളുടെ RGB കൺട്രോളറിൽ കണക്ട് ചെയ്യാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇവിടെ കണക്ട് ചെയ്ത്, അപ്പോൾ ഇനി ഈ ഒരു പ്രസ്സിങ് എന്ന് പറഞ്ഞൊരു ഈ ഒരു പ്രസ്സിങ് ഓപ്പറേഷൻ എനിക്കിനി ഈ ക്യാബിനൊന്നും ഓപ്പൺ ചെയ്യേണ്ട. ഈ ഒരു പീസ് എനിക്ക് ക്യാബിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ ഇപ്പോൾ എനിക്ക് പുറത്ത് നിന്ന് നമ്മളുടെ ക്യാബിൻ്റെ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എവിടെയെങ്കിലും കറക്റ്റായിട്ട് അതിൻ്റെ അകത്തോട്ട് കയറ്റി മാഗ്നറ്റിക്കായിട്ട് അവിടെ ഇരുന്നോളും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കൂളർ മാസ്റ്റർ MF120 ഹാലോ എന്ന ഫാനിൻ്റെ അസംബ്ലിങ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക്